ഒരാളുടെ ബുദ്ധിവികാസം അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആവറേജോ അല്ലെങ്കിൽ എബോ ആവറേജോ ആയിട്ട് പോലും പഠനത്തിൽ വളരെയധികം പിന്നോട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. സാധാരണയായിട്ട് 4 ടൈപ്പ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റീസ് ആണ് കണ്ടുവരുന്നത്. അതിലൊന്ന് ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ എന്ന് വെച്ചാൽ വായിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പോൾ ആളുകൾക്ക് ഇതിൽ അക്ഷരങ്ങൾ മാറിപ്പോവുക, പാരഗ്രാഫുകളിൽ സ്കിപ്പ് ചെയ്ത് വായിക്കുകയൊക്കെയാണ് സാധാരണയായിട്ട് കാണുന്നത്. പിന്നെ വരുന്നതാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്, അതായത് എഴുതാനുള്ള ബുദ്ധിമുട്ട്. ഡിസ്ഗ്രാഫിയ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഡിസ്കാൽക്കുലെ. ഡിസ്കാൽക്കുലയിൽ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റാതെ വരിക, മാത്സിലുള്ള സയൻസ് ഒക്കെ മാറിപ്പോവുക. പിന്നെ വരുന്നതാണ് ഡിസ്പ്രാക്സിയ. ഡിസ്പ്രാക്സിയ എന്ന് വെച്ചാൽ മൂവ്മെന്റിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അതായത് പെന്ന് പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ പെന്നോ പെൻസിലോ ഹോൾഡ് ചെയ്യാൻ പറ്റാതെ വരിക, ഐ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻസ് പ്രോപ്പറായിട്ട് വരാതിരിക്കുകയാണ് ഇതിൽ സാധാരണ കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനുള്ള പ്രോപ്പറായിട്ടുള്ള റീട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരിൽ ഒരുപാട് അക്കാദമിക് ഇംപ്രൂവ്മെന്റ് കാണാൻ പറ്റും.